പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ നിർണായക നീക്കവുമായി പോലീസ്. മെമ്മറി കാർഡ് കണ്ടെത്താൻ കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നു. ഒന്നും കണ്ടില്ലെന്ന് മൊഴി നൽകിയതിനു ശേഷവും കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ നിന്ന്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഗൺമാനെയും സുരക്ഷാ ജീവനക്കാരനെയും ചോദ്യം ചെയ്തത് സംഭവം നടന്ന് 5 മാസത്തിന് ശേഷം. ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും വരാത്തതിനാൽ ക്രൈംബ്രാഞ്ച് സംഘം തലസ്ഥാനത്തെത്തി. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം. CBIയുടെ വാദങ്ങൾ കോടതി തള്ളി. ജസ്നയുടെ പിതാവ് നൽകിയ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറി. പാനൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരൻ. പ്രണയപ്പകയിൽ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമെന്ന് കോടതി. ശിക്ഷാവിധി പിന്നീട്. വധശിക്ഷ ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ. തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയുമായി കോൺഗ്രസിനെ വെട്ടിലാക്കി മണിശങ്കർ അയ്യർ. ആണവായുധം പ്രയോഗിക്കാതിരിക്കാൻ ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് അയ്യർ. കോൺഗ്രസിന്റെ പാക് സ്നേഹം അവസാനിക്കില്ലെന്ന് BJP. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക. പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, 1 ദിവസം വിശ്രമിച്ചു. അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് 1 ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വിദേശയാത്രയെ ന്യായീകരിച്ച് AK ബാലൻ. മുഖ്യമന്ത്രി വിശ്രമിക്കട്ടെ എന്ന് ബാലൻ. യാത്രയ്ക്ക് വലിയ ചെലവൊന്നുമില്ലെന്നും ബാലന്റെ ന്യായീകരണം. കണ്ണീരോർമ്മയായി ഡോക്ടർ വന്ദനദാസ്. CBI അന്വേഷണത്തിനായി പോരാട്ടം തുടരുമെന്ന് മകളുടെ 1ാം ചരമവാർഷികത്തിൽ വന്ദനയുടെ മാതാപിതാക്കൾ. ഉറക്കം വരാത്ത, വിശപ്പില്ലാത്ത, മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സുരക്ഷാ ദിനമായി ആചരിച്ച് ഡോക്ടർമാർ. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി നടന്ന തർക്കത്തിൽ നിർണായകമായ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ്. നേരത്തെ മൊഴിയെടുത്ത കണ്ടക്ടറെ വീണ്ടും ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കണ്ടക്ടർ സുബിനെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായിരുന്നു. ഇതിലാണ് ഇപ്പോൾ പോലീസ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നേരത്തെ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന മൊഴിയാണല്ലോ കണ്ടക്ടർ സുബിൻ പോലീസിൽ നൽകിയത്. പക്ഷേ അതിനുശേഷം ഡ്രൈവറായ യദു പറഞ്ഞിരുന്നു സുബിൻ എല്ലാം കണ്ടിട്ടുണ്ട്, മുൻവശത്ത് തന്നെ സുബിൻ ഉണ്ടായിരുന്നുവെന്ന്. അതുമാത്രമല്ല, സുബിന് DYFIയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. അതുമാത്രമല്ല, AA റഹീമിനെ സുബിൻ വിളിച്ചിരുന്നു എന്ന കാര്യം റഹീമും സമ്മതിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വളരെയധികം പ്രത്യേകതയുണ്ടല്ലോ. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നല്ലോ സുബിനെ. അപ്പോൾ സുബിനാണ് മെമ്മറി കാർഡ് എടുത്തത് എന്നുള്ള സംശയം പോലീസിനുള്ളത് കൊണ്ടാണോ ഇത്? മഞ്ജുഷ്, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ്, അതോടൊപ്പം തന്നെ കണ്ടക്ടർ സുബിൻ എന്നിവരെയാണ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. രാവിലെയാണ് സുബിനെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടത്. നേരത്തെ തന്നെ ഇരുവരും പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യം ഉള്ളതിനെ തുടർന്നാണ് വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ്. എപ്പോഴാണ് യദു എത്തുന്നത്, കണ്ടക്ടർ ഈ സംഭവത്തിന് ശേഷം എത്ര തവണ ഡിപ്പോയിലേക്ക് എത്തി, ഈ ബസ്സിന് പരിസരത്തേക്ക് പോയോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രധാനമായി യദു ഇതിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കണ്ടക്ടർ DYFI പ്രവർത്തകനാണ്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ AA റഹീം MPയെ വിളിച്ചിരുന്നു. മാത്രവുമല്ല, സച്ചിൻ ദേവ് ബസ്സിനുള്ളിലേക്ക് കയറുമ്പോൾ കണ്ടക്ടർ സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് മാറി അവിടെ MLA ഇരുത്തുകയാണ് തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ യദു ഉന്നയിച്ചതാണ്. ഈ മെമ്മറി കാർഡ് ഈ കേസുമായി
ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തെളിവ് തന്നെയാണ്. മെമ്മറി കാർഡ് ഇപ്പോഴാണോ ഊരി മാറ്റിയത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ മെമ്മറി കാർഡ് മാറ്റിയ നിലയിലായിരുന്നു? ഇതിന്റെ ഫോറൻസിക്കിന്റെ അന്തിമമായ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും ഇത് കവർച്ച ചെയ്തു എന്ന നിഗമനം അതിൽ ഊന്നി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ് എടുത്തു മാറ്റിയത്? ഈ ബസ്സിനടുത്തേക്ക് വന്നവർ, ബസ്സിനുള്ളിൽ കയറിയവർ, പിന്നീട് ഈ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തുടങ്ങിയവരുടെ എല്ലാം തന്നെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം കൂടി കണ്ടക്ടർ സുബിൻ നേരിടുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്, എ റഹീമുമായി ബന്ധപ്പെട്ടിരുന്നു. മാത്രവുമല്ല, മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന യദുവിന്റെ ആരോപണം, ആ ആരോപണം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവരാരെങ്കിലുമാണോ ഇത് അപഹരിച്ചത്, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണവുമില്ല. ഇവരുടെ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇതുവരെ ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മേയറുടെ പരാതിയും അതേപടി നിലനിൽക്കുന്നുണ്ട്. അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം, അത് കേന്ദ്രീകരിച്ചുള്ള KSRTCയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുണ്ട്, പോലീസ് നടത്തുന്ന റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം തന്നെ വീണ്ടും അതിന്റെ ആ വഴിക്ക് ആ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും കണ്ടക്ടറെ വീട്ടിൽ നിന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടിയും. മഞ്ജുഷ്. ശരി വിനോദ്, എന്തായാലും ഒരു നിർണായക നീക്കമാണ് ഇക്കാര്യത്തിൽ തമ്പാനൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടക്ടർ സുബിനെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്യുകയാണ് പോലീസ്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ്. പാകിസ്ഥാൻ അനുകൂല പരാമർശമാണ് ഇപ്പോൾ മണിശങ്കർ അയ്യർ നടത്തിയത്. കഴിഞ്ഞ മാസമായിരുന്നു ഇത്തരമൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിപ്പോൾ ആയുധമാക്കുകയാണ് BJP. പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 4ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ BJP ആയുധമാക്കുന്നത്. കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം അവസാനിക്കില്ലെന്നായിരുന്നു BJPയുടെ വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, നേരത്തെയും മണിശങ്കർ അയ്യർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചായ്വാല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് BJP വളരെയധികം ഉപയോഗപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ അയ്യർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം പാകിസ്ഥാൻ അനുകൂലമായി നടത്തിയത്? എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? മഞ്ജുഷ്, തെരഞ്ഞെടുപ്പ് കാലത്ത് മണിശങ്കരയുടെ മറ്റൊരു പരാമർശം കൂടി ഇപ്പോൾ വിവാദമാവുകയും കോൺഗ്രസിനെ അത് വെട്ടിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ BJP ആയുധമാക്കിയിരിക്കുന്നത്. അതായത് ഒരു യൂട്യൂബ് ചാനലിന് കഴിഞ്ഞ 15-ാം തീയതി മണിശങ്കരൻ നടത്തിയ അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ ഏതായാലും ചർച്ചയായിരിക്കുന്നത്. അതിൽ മണിശങ്കരയർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനെ ബഹുമാനിക്കണം, പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണം, മറിച്ച് സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ അണുവായുധം പ്രയോഗിക്കും എന്നാണ് മണിശങ്കരയർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാനുമായി കടുത്ത ഭാഷയിൽ നിലപാടൊക്കെ സ്വീകരിക്കാം, പക്ഷേ അവരെ പ്രകോപിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിന് വലിയ വില നൽകേണ്ടി വരും, അവർ അണുവായുധം പ്രയോഗിക്കും എന്നാണ് മണിശങ്കർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഈ വാക്കുകളാണ് ഇപ്പോൾ ഏതായാലും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. BJP ഒന്നടങ്കം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മണിശങ്കർ അയ്യർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പാക് അനുകൂല പ്രേമം, പാക് പ്രേമമാണ് മണിശങ്കർ അയ്യരുടെ വാക്കുകളിലൂടെ വ്യക്തമായത് എന്നാണ് BJP നേതാക്കൾ വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഐഡിയോളജിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഇതോടുകൂടി പ്രകടമായിരിക്കുന്നത്, പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെ UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അടക്കമുള്ളവരും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ രാകേഷ്? കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മണിശങ്കർ അയ്യരും ഇക്കാര്യത്തിൽ വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഇതിൽ നിന്ന് അകലം പാലിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മണിശങ്കർ അയ്യരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, മറിച്ച് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സാം പിട്രോയുടെ പരാമർശവും സമീപകാലത്ത് വിവാദമായതാണ്. അതും BJP വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. അന്നും അതിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. മണിശങ്കർ അയ്യർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പഴയ ഇന്റർവ്യൂ ആണ്. BJPക്ക് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ ഒരു വിഷയവുമില്ലാതെ പതർച്ച നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരുവാക്കുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ മണിശങ്കർ അയ്യരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ശരി രാകേഷ്, എന്തായാലും ഈ വിഷയം ഈ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായിട്ടും BJP വിഷയമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാൻ പ്രേമമാണ് കോൺഗ്രസിന് എന്നായിരിക്കും BJPയുടെ പ്രചാരണം നടക്കാൻ പോകുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ജീവനക്കാരനെയും പോലീസ് ചോദ്യം ചെയ്തു. ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ഇത് അതീവ രഹസ്യമായ ഒരു ചോദ്യം ചെയ്യലാണല്ലോ. നേരത്തെ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നതാണ്, പക്ഷേ ചോദ്യം ചെയ്യലിന് എത്താത്തതിനെ തുടർന്ന് തലസ്ഥാനത്ത് വന്നുള്ള ചോദ്യം ചെയ്യലാണല്ലോ നടന്നത്. പക്ഷേ ഇതിപ്പോൾ 5 മാസം കഴിഞ്ഞാണല്ലോ, ഒരു പ്രഹസനം എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്. മഞ്ജുഷ, തീർച്ചയായും അതിനെ പ്രഹസനം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഡിസംബർ 15-നാണ്. നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാഹനം ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷൻ കടന്നു പോകുന്നതിനിടയിലാണ് KSU പ്രവർത്തകരായ അജയും ഒപ്പം തന്നെ തോമസും ഇവരെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പ്രതിഷേധമുയർത്തിയത്. പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയ ഈ പ്രവർത്തകരെ അന്ന് അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആ റോഡ് സൈഡിൽ നിന്ന് ഈ 2 പ്രവർത്തകരെ പിന്നീട് പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ അകമ്പടിയായി വന്ന സുരക്ഷാ വാഹനത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇറങ്ങിയാണ് മർദ്ദിച്ചത്. അന്ന് പോലീസിനടക്കം മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ലാത്തി കൊണ്ട് ഇവർ അടിച്ചത് പ്രോട്ടോകോളിന് വിരുദ്ധമാണ് എന്നുള്ളതും അന്ന് വലിയ രീതിയിൽ അത്തരത്തിൽ പ്രോട്ടോകോൾ വിരുദ്ധമായ നടപടിയാണെന്നുള്ള ആരോപണമൊക്കെ നിലനിൽക്കെയാണ് പിന്നീട് ഇതിനകത്ത് പോലീസ് കേസെടുക്കുന്നത്. കേസ് എടുക്കുന്ന ഘട്ടത്തിൽ പോലും ആദ്യഘട്ടത്തിൽ സൗത്ത് പോലീസിന് പരാതി നൽകിയെങ്കിലും ഈ ചെറുപ്പക്കാരുടെ പരാതിക്ക് മേൽ സൗത്ത് പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കോടതിയിൽ പോയി ആലപ്പുഴ കോടതിയെ സമീപിച്ച ശേഷമായിരുന്നു കേസെടുക്കാൻ കോടതി നിർദ്ദേശാനുസരണമാണ് അന്ന് കേസെടുത്തത്. ഈ കേസിനകത്ത് ഇവർ ഹാജരാകണമെന്ന് നോട്ടീസ് നൽകി 5 മാസത്തോളം പിന്നിടുമ്പോഴും കഴിഞ്ഞ ഡിസംബർ 23-ന് എടുത്ത കേസിൽ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനോ ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപോ ബാക്കി കണ്ടാൽ അറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർ ഹാജരായി ഇല്ല എന്ന് മാത്രമല്ല, പലതവണ ഇവർ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നു പോവുകയും ചെയ്തു. ആ ഘട്ടത്തിലൊന്നും തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് വിധേയരാകാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ നോട്ടീസ് തിരുവനന്തപുരത്ത് കൊണ്ട് എത്തിക്കേണ്ട ഗതികേട് ആലപ്പുഴയിലെ സൗത്ത് പോലീസിലുണ്ടായി. പിന്നീട് അത് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് മാറുകയും കഴിഞ്ഞ ദിവസം ചില കോടതി ആവശ്യങ്ങൾക്കായി ആലപ്പുഴയിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അരുൺ തിരുവനന്തപുരത്ത് എത്തിയ ഘട്ടത്തിലാണ് അവിടെ ചെന്ന് ഈ ഉദ്യോഗസ്ഥരെ കാണേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ എന്നുള്ള പ്രിവിലേജ് അവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിയമ നടപടികൾക്ക് വിധേയരാകാൻ തയ്യാറാവുകയും ചെയ്തില്ല. മാത്രമല്ല, ഈ സംഭവം നടന്ന 5 മാസം പിന്നിടുമ്പോഴും ഈ കേസിൽ ഈ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തുമെന്നതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും പോലീസിന് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനിയുള്ളത് 5 മാസം കഴിയുമ്പോഴും നടപടിക്രമമായി പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നതാണ് അടുത്ത നടപടി എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. അവരെ അരൂർ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റ് പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ അവിടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു പ്രകോപനവുമില്ലാതെ പുറകെ വന്ന വാഹനത്തിൽ നിന്നിറങ്ങി വലിയ ലാത്തികൾ കൊണ്ട് ഈ ചെറുപ്പക്കാരെ, വീണ് കിടന്ന ചെറുപ്പക്കാരെ മർദ്ദിച്ചത്. ആ അടിയിൽ അജയുടെ കൈയെല്ല് പൊട്ടുകയും ഒപ്പം തന്നെ തോമസിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് പോലീസ് പോലീസിന്റെ ഒത്തുകളിയോടുകൂടി ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കേസെടുക്കാൻ പോലും ഏറെ ദിവസങ്ങൾ വൈകിയിരുന്നു. പ്രതിഷേധം ശക്തമായതിനു ശേഷമാണ് കേസെടുക്കാൻ പോലും തയ്യാറായത്. കോടതിയുടെ ഇടപെടൽ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നത് 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. സംഭവം നടന്ന 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം CJM കോടതി. ഇക്കാര്യത്തിൽ CBI നേരത്തെ കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു. അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് CBI നൽകിയത്. പക്ഷേ പുനരന്വേഷണത്തിന് തയ്യാറാണെന്നും CBI പറഞ്ഞിരുന്നു. കൂടുതൽ തെളിവുകൾ ഉണ്ട് ഇക്കാര്യത്തിൽ എന്ന് ജസ്നയുടെ പിതാവ് കോടതിയിൽ പറഞ്ഞിരുന്നു. മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ നൽകിയിരുന്നു. ഈ വിവരങ്ങൾ CBI സംഘത്തിന് കൈമാറുകയാണ് കോടതി. എന്തായാലും ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം വരുന്നു. CBI തന്നെ ഈ വിഷയം വീണ്ടും അന്വേഷിക്കാൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ VV വിനോദ് നൽകും. ജസ്നയുടെ പിതാവിന്റെ ആവശ്യം അംഗീകരിച്ചാണ് CJM കോടതി ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജസ്നയുടെ പിതാവ് അജ്ഞാത സുഹൃത്തിനെയും അതോടൊപ്പം തന്നെ ജസ്ന വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന ആരാധനാലയത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി. നേരത്തെ ഈ വിവരം CBIക്ക് കൈമാറാത്തത്, അങ്ങനെ ആ അന്വേഷണവുമായി CBI മുന്നോട്ട് പോയാൽ ഈ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട് എന്നൊരു കാര്യമാണ് ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാട്ടിയത്. ഈ തെളിവുകൾ പരിശോധിക്കുകയും കേസ് ഡയറി ജഡ്ജി വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഇതുവരെയുള്ള അന്വേഷണം
പുരോഗതി അല്ലെങ്കിൽ അന്വേഷണം ക്ലോഷർ റിപ്പോർട്ട് നൽകുമ്പോൾ എന്തൊക്കെ ഫൈൻഡിംഗ് ആണ് ഉള്ളത് എന്ന കാര്യം കോടതി പരിശോധിച്ച് ഈ തെളിവുകളുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രം അത് ജസ്നയുടെ മുറിയിലുണ്ടായിരുന്നു എന്ന പിതാവിന്റെ മൊഴി അത് പക്ഷേ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന ഒരു നിലപാടാണ് CBI സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയ തെളിവുകളുമായി കൂട്ടിച്ചേർത്ത് അത്തരത്തിലുള്ളൊരു അന്വേഷണം അതിനുള്ള സാധ്യതയും CBI ഇനി തേടും. നേരത്തെ തന്നെ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് CBI വ്യക്തമാക്കിയിരുന്നു. ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് പോയത്. അതോടൊപ്പം തന്നെ ജസ്നയുടെ പിതാവും ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എങ്കിലും മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ജസ്നയുടെ പിതാവ് ഉന്നയിച്ചതും കോടതി അത് അംഗീകരിച്ചതും. BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. കൊടും ക്രൂരതയാണ് ശ്യാംജിത്ത് നടത്തിയിരിക്കുന്നതെന്നാണ് കോടതി പറഞ്ഞത്. അതുമാത്രമല്ല മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇതെന്നും കോടതി വിലയിരുത്തുകയുണ്ടായി. ശിക്ഷാവിധി പിന്നീടാണ് പ്രഖ്യാപിക്കുക. 2022 ഒക്ടോബർ 22-നാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയത്. ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം ഈ വിഷയത്തിൽ കേൾക്കാം. ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് ഇദ്ദേഹത്തുമായിട്ട് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല ഫോൺ കോളുകളും ഉണ്ടായിരുന്നു. പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഈ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് വാദം നടത്തിയത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ശ്യാംജിത്തിന് പരമാവധി ശിക്ഷ നൽകണം എന്ന കാര്യം കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധി പിന്നീടാണ് കോടതി പ്രഖ്യാപിക്കുക. KV ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഇവിടെ ഇതൊരു മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ്. അതുമാത്രമല്ല ഈ പ്രതിയുടെ ശ്യാംജിത്തിന്റെ കുറ്റസമ്മതവും ഞെട്ടിക്കുന്നതായിരുന്നു. 39 വയസ്സ് ആവുമ്പോഴേക്കും ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുമല്ലോ, അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല, ഗൂഗിളിൽ നോക്കി ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെ കുറ്റസമ്മത മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതും കോടതിയിൽ ഹാജരാക്കിയതാണ്. ഇതെല്ലാം കണക്കിലെടുത്താണല്ലോ ഇപ്പോൾ വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് കൊടുക്കണം, ഒരു മാറ്റവും ഈ പ്രതിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഇന്ന് കോടതിയുടെ വിലയിരുത്തലുകൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ വളരെ നീചമായ ഒരു കൊലപാതകമാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. ഇത് പ്രോസിക്യൂഷനും പോലീസ് അന്വേഷണത്തിലും തെളിയിക്കാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കോടതി പ്രധാനമായും ഇന്ന് ഇത്തരത്തിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയായിരുന്നു. പിന്നീട് ഇതിന്മേലുള്ള വാദം നടന്നു. തിങ്കളാഴ്ച ഇതിന്മേലുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഹൊറർ സിനിമ കണ്ട് അതേ സ്റ്റൈലിൽ ഒരു കൊലപാതകം നടപ്പിലാക്കുക, അതായത് ഈ പെൺകുട്ടി ഒരു ആൺ സുഹൃത്തുമായി ഇത്തരത്തിൽ വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഈ മരണപ്പെട്ടതിന് ശേഷവും 29ഓളം മുറിവുകൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ സംസാരിക്കുന്നതിനിടയിൽ ഉണ്ടായ CCTV, ഈ ഇത്തരത്തിലുള്ള ലാപ്പിൽ വന്ന ഒരു 13 സെക്കൻഡ് ദൃശ്യമാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. മാത്രമല്ല ഈ പ്രതി ചുറ്റികയും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും വാങ്ങുന്ന അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ കൊലപാതകം നടത്താൻ ഈ പ്രതി ഒരു മോട്ടോർ സൈക്കിളിലാണ് വന്നത്. ഇതിനും ദൃക്സാക്ഷിയുണ്ട്. അല്ലാതെ നേരിട്ട് ഒരു ദൃക്സാക്ഷികൾ പോലും ഇല്ലാത്തൊരു കേസിലാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതും 7 മാസത്തെ
വിചാരണ നടപടികൾക്കൊടുവിൽ ഇത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തത്. നേരത്തെ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനമായും വധശിക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മിനിമം ജീവപര്യന്തം, മാക്സിമം വധശിക്ഷ എന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അത്തരത്തിൽ വളരെ പൈശാചികമായ ഒരു കൊലപാതകം നടത്തി പ്രതി എന്നത് തന്നെയാണ്. അത് മാത്രമല്ല, സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുറ്റബോധവും ഈ പ്രതിക്കുണ്ടായിരുന്നില്ല. ഈ 24 വയസ്സ്, തനിക്ക് 13 വയസ്സ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റും, സമാധാനമായി ജീവിക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള ഒരു മൊഴിയായിരുന്നു ഇയാൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു ദയയും ഈ പ്രതി അറിയിക്കുന്നില്ല. ഈ പ്രതി ഇന്ന് കോടതിയിലെത്തിയപ്പോൾ കോടതി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ഈ പ്രതി പറഞ്ഞത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മാതാവും സഹോദരിയും ഇന്ന് കോടതിയിലെത്തിയിരുന്നു. ഏതായാലും വളരെ സന്തോഷത്തിലാണ് അവരുള്ളത്. ഏതായാലും വലിയ ഈ വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ കുടുംബവും ഉള്ളത്. ശരി ബൈജു, വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിലാണ് പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് തലശ്ശേരി കോടതി വിധിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ശ്യാംജിത്തിനുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വിദേശയാത്രയെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വിശ്രമം അനിവാര്യമാണെന്നാണ് AK ബാലൻ പറഞ്ഞത്. നവകേരള സദസ്സിനായിട്ട് ദിവസങ്ങളോളം മുഖ്യമന്ത്രി വിശ്രമമില്ലാതെ ജോലി ചെയ്തതാണ്. അതുകൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 1 മാസത്തോളം വിശ്രമമില്ലാതെ അധ്വാനിച്ചു. ആർക്കും ഒരു വിശ്രമം ആവശ്യമാണ്, അത് ദൈവത്തിന് പോലും അങ്ങനെ വിശ്രമം കിട്ടിയിട്ടുണ്ടെന്നും AK ബാലൻ ഇന്ന് ന്യായീകരിച്ചു. ബാലന്റെ വാക്കുകളിലേക്ക്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 1 വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു, ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30 ദിവസം അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, 1 ദിവസം വിശ്രമിച്ചു. അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് 1 ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ. അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചു. പക്ഷേ സർവീസുകൾ വീണ്ടും പഴയ രീതിയിലാകുന്നതിന് വേണ്ടി 1 ദിവസം കൂടി സമയം വേണ്ടിവരുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത്. ഇന്നും ചില സർവീസുകൾ മുടങ്ങി. കണ്ണൂരിൽ നിന്നുള്ള 5 സർവീസുകൾ ഇന്ന് റദ്ദാക്കേണ്ടി വന്നു. എന്നാൽ കരിപ്പൂരിൽ നിന്നുള്ള ദമാം, മസ്കറ്റ് സർവീസുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണമായ തോതിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ചുരുങ്ങിയ പക്ഷം. കേരള സെക്ടറിലെങ്കിലും ഈ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് 5 സർവീസുകൾ ഇതുമൂലം ക്യാൻസൽ ചെയ്യേണ്ടി വന്നപ്പോൾ കൊച്ചിയിൽ നിന്ന് 2 സർവീസുകൾ റദ്ദ് ചെയ്യുന്നതായി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സമരം ബാധിക്കാൻ സാഹചര്യമാണ്, വീണ്ടും ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ എയറിൻ്റെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാരോട് വിമാനങ്ങൾ പുറപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് കൃത്യമായി അവർ സൈറ്റുകളിൽ നോക്കിയിട്ട് മാത്രം വിമാനത്താവളങ്ങളിലേക്ക് എത്തുക, എയർപോർട്ടിലേക്ക് എത്തുക എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഇവിടേക്ക് എത്തുന്നത് താരതമ്യേന കുറവായിരുന്നു. കാരണം ക്യാൻസൽ ചെയ്യുന്നത് തന്നെ എല്ലാവരും തന്നെ അറിയിച്ചിരുന്നൊരു സാഹചര്യം. അതുകൊണ്ട് വലിയ ബഹളങ്ങളിലേക്ക് നീങ്ങിയില്ല. പക്ഷേ ഈ സമരം അവസാനിച്ചിട്ടും ഈ ബുദ്ധിമുട്ടുകൾ തുടരുന്നു എന്നതാണ്. യാത്രക്കാരുടെ ഒരു പുനരേകീകരണം ഇക്കാര്യത്തിൽ ഒരു വൈകിയാണ് നടക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ സമരം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലെ സർവീസിനെ ഇതിനെ ബാധിക്കാൻ ഇടയായതെന്നാണ് നൽകുന്ന ഒരു വിശദീകരണം. വരും മണിക്കൂറുകൾ കൃത്യമായ രീതിയിലേക്ക് സർവീസുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന സർവീസുകളെല്ലാം തന്നെ ഷെഡ്യൂൾഡ് എന്നാണ്, ഉച്ചയ്ക്ക് ശേഷമുള്ളതെല്ലാം ഷെഡ്യൂൾഡ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സമരം അത് വല്ലാത്ത രീതിയിൽ യാത്രക്കാരെ വലച്ചിരുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള മലയാളികൾക്ക് തീരാ ദുരിതം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ സമ്മാനിച്ചത്. ഈ സമരം തീരുന്ന മുറയ്ക്ക് ആ ദിവസങ്ങളിൽ പോകാൻ കഴിയാത്ത യാത്രക്കാർക്ക് ടിക്കറ്റുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സമരം 1 ദിവസം കൂടി നീണ്ടുപോയത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പുനഃക്രമീകരിച്ച ടിക്കറ്റുകൾക്ക് ഒരു മുൻഗണനയും ലഭിക്കുമെന്നാണ് ഇതിൽ ബുക്ക് ചെയ്ത യാത്രക്കാരുടെ ഒരു പ്രതീക്ഷയുള്ളത്. ഏതായാലും സമരം അവസാനിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ സർവീസുകൾ പഴയ രീതിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇന്ന് കൃത്യമായി ഒരു വിവരം കിട്ടും. ഇന്ന്
സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വിധി പറയാൻ പോവുകയാണ്. ഇടക്കാല ജാമ്യത്തിലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി ഉണ്ടാവുക. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാകും വിധി പറയുക. കേജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം ED ഇന്ന് വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരവിന്ദ് കേജ്രിവാൾ കാണുമോ എന്ന് ഇന്നറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഹിയറിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇടക്കാല ജാമ്യത്തിനുള്ള സാധ്യത കാണുന്നുമുണ്ടല്ലോ. തീർച്ചയായും മഞ്ജുഷ, നിലവിലെ കോടതി നടപടികൾ നിരീക്ഷിക്കുമ്പോൾ ഇടക്കാല ജാമ്യത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് എങ്കിൽ സുദീർഘമായ വാദങ്ങൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിന്മേൽ വിധി പ്രസ്താവിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും എന്ന് കോടതി തന്നെയാണ് നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് എന്നും അതിന്മേൽ തങ്ങൾ ഒരു വിധി പ്രഖ്യാപിക്കാം എന്നും കോടതി തന്നെയാണ് വ്യക്തമാക്കിയത്. അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത് കെജ്രിവാളിന് ഒരു പക്ഷേ അനുകൂലമായ തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം ഇടക്കാല ജാമ്യാപേക്ഷയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന വാക്കാലുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ ആണ് പൂർത്തിയായിട്ടുള്ളത്. ഇനിയും 4 ഘട്ടങ്ങൾ ശേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവും ഡൽഹി മുഖ്യമന്ത്രിയും അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ തുടരുകയും ചെയ്യുന്നത്. ഇത് അസാധാരണമായ ഒരു സാഹചര്യം ആണ് എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ച പശ്ചാത്തലമുണ്ട്. എന്നാൽ ED ഇതിനെ പൂർണ്ണമായും എതിർക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അതായത് സമാനമായ തരത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുകയും ഉത്തരവാദിത്വമുള്ള പദവികളിൽ തുടരുകയും ചെയ്യുന്ന നേതാക്കൾ അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങൾ ഇന്നലകളിലും ഉണ്ട്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ ഭാഗമാകണം എന്നതിനെ വാദമുഖമായി ഉയർത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമാകുന്ന തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ജനാധിപത്യത്തിന് തന്നെ തിരിച്ചടിയാകും എന്ന വാദം ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയത്. അതുമാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ്. ഈ ഘട്ടത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട സ്വാധീനിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരം വാദങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകേണ്ടത് കോടതിയുടെ ഭാഗത്ത് നിന്നാണ്. ആ തീരുമാനം എന്തു തന്നെയാണ് എങ്കിലും അതിന്റെ നിയമവശത്തിനപ്പുറത്ത് രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറും. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ AAP വളരെ പ്രധാനപ്പെട്ട പോരാട്ടം നടത്തുന്നത് ഡൽഹിയിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളും വിജയിച്ചത് BJP ആണ്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി AAPയും കോൺഗ്രസും കൈകോർത്തുകൊണ്ടാണ് മത്സരിക്കുന്നത്. അവിടെ 4 സീറ്റുകളിൽ ആണ് AAP മത്സരിക്കുന്നത്, 3 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കുന്നു. അങ്ങനെയെങ്കിൽ BJPയെ പരാജയപ്പെടുത്താൻ അടക്കം സാധിക്കും എന്ന ഒരു പൊതു നിരീക്ഷണം ഉണ്ട് AAPക്ക്. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. കാരണം AAPയുടെ ക്യാപ്റ്റൻ എന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാകട്ടെ 25-ാം തീയതിയാണ്. അങ്ങനെയെങ്കിൽ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമാകാൻ കെജ്രിവാളിന് സമയം ലഭിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആയുധമാക്കിക്കൊണ്ടുള്ള പ്രചാരണം നടത്തും. അതിനപ്പുറത്ത് ഇന്ത്യ മുന്നണി, അതായത് കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വലിയ തോതിൽ വേട്ടയാടുന്നു എന്ന ആരോപണം നടത്തുന്ന പ്രതിപക്ഷത്തിന്, ഇന്ത്യ സഖ്യത്തിന് വലിയ ആശ്വാസകരമാകുന്ന ഒന്നായി ഈ കെജ്രിവാളിന് നിർണായകമാണ്. ഇന്ത്യ സഖ്യത്തിന് നിർണായകമായ ഒരു ദിവസമാണ് ആം ആദ്മി പാർട്ടിക്കും. അരവിന്ദ് കേജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും ഊർജ്ജമാകും. അല്പസമയത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് വിധി പ്രതീക്ഷിക്കാം. സാമൂഹ്യ പ്രവർത്തകൻ നരേന്ദ്ര ധബോൽക്കറുടെ കൊലപാതകത്തിൽ 2 പേർക്ക് ജീവപര്യന്തം തടവ്. സനാതൻ സംസ്ഥ എന്ന സംഘടനയിലെ അംഗങ്ങളായ സച്ചിൻ ആന്തുരെ, ശരത് കലസ്കർ എന്നിവർക്കാണ് ശിക്ഷ. 5 ലക്ഷം രൂപ പിഴയുമുണ്ട്. 3 പേരെ കുറ്റവിമുക്തരാക്കിയിട്ടുമുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും ദുർമന്ത്രവാദത്തിനുമെതിരായ സമിതിയുടെ നേതാവായിരുന്നു ധബോൽക്കർ. മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ ആചാരങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്നത് ഈ സമിതിയുടെ പ്രവർത്തനം കൊണ്ടുമാണ്. സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ആരും ധൈര്യപ്പെടരുത് എന്ന ഉദ്ദേശ്യത്തിലാണ് ധബോൽക്കറെ കൊലപ്പെടുത്തിയതെന്ന് പൂനെ സെഷൻസ് കോടതി മുമ്പ് കണ്ടെത്തിയിരുന്നു. 2013 പൂനെയിൽ ധബോൽക്കറെ വെടിവെച്ചു കൊന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദന ദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ്. വന്ദനയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ കഴിയുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും. CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു.
മോള് പ്രാർത്ഥിച്ചത് മോൾക്ക് വേണ്ടിയല്ല, എൻ്റെ അച്ഛനും അമ്മനും രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു വർഷത്തെ തീരാവേദന ഈ കണ്ണുനീരിലുണ്ട്. അത് ഈ ജന്മം തോരില്ലെന്ന് ഈ അച്ഛൻ പറയുന്നു. ഞങ്ങൾക്ക് ഉറക്കം വരാത്ത, വിശപ്പില്ലാത്ത, മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമല്ല, അത് ആയുസ് മുഴുവനും അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും വിശ്വസിക്കാനാകാത്ത അനുഭവത്തിലൂടെയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും യാത്ര. വന്ദനമോൾ എപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ മോള് ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. വീട്ടിലായാലും അത്യാവശ്യം പുറത്ത് പോയാലും ഒക്കെ മോളുടെ പ്രസൻസ് അത് നമ്മൾ ഒരു ഇല്യൂഷനാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് അനുഭവപ്പെടുന്നുണ്ട്. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആയുസ്സുള്ള കാലത്തോളം പൊന്നുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് ഈ മനുഷ്യൻ പറയുന്നു. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിക്കുകയും നീതി ലഭിക്കുകയും അല്പം ദിവസം താമസിച്ചാൽ ലഭിക്കുകയും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യമുള്ളത്തോളം കാലം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. എന്തൊക്കെ നിഗൂഢതകളൊക്കെ ഉണ്ടോ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഡോക്ടർ വന്ദനയുടെ സ്വപ്നം പോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള ഒരു കേന്ദ്രം ഒരുക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. തൃക്കുന്നപ്പുഴയിലെ കടലോരത്ത് വസന്തകുമാരിയുടെ സ്ഥലത്ത് ഡോക്ടർമാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വൈകാതെ ഈ ക്ലിനിക്ക് യാഥാർത്ഥ്യമാകും. നീതി കിട്ടിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് പട്ടാളമുക്കിലെ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷമായി നീറിക്കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഒരു വർഷം മുൻപ് ഇതേ ദിവസം ഈ ദാരുണ സംഭവം ഉണ്ടായത്. അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളും ജീവനക്കാരും ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയിൽ ഇന്ന് ഒത്തുകൂടി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം കേരളം ഞെട്ടലോടെ കേട്ട വാർത്തയ്ക്ക് സാക്ഷിയായവർ ഇന്ന് ആ ഓർമ്മയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ഒത്തുചേർന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും ജീവനക്കാരുമാണ് ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയിൽ ഒത്തുകൂടിയത്. ഈ ദിനത്തിൽ കൊട്ടാരക്കരയ്ക്കും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്കുമാകെ നടുക്കമുണ്ടാക്കിയ, ലോകത്തിനാകെ നടുക്കമുണ്ടാക്കിയ ഈ ദിനം നാം വീണ്ടും ഓർക്കുകയാണ്. 2024 മെയ് മാസം 10-ാം തീയതി ഡോക്ടർ വന്ദനാദാസിനെ നാം എല്ലാം ഓർക്കുമ്പോൾ നിശ്ചയമായും വളരെ വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി, തികഞ്ഞ അമർഷത്തോടുകൂടി, തികഞ്ഞ ലജ്ജയോടുകൂടി കൊട്ടാരക്കരക്കാർ തലകുനിക്കുകയാണ്. മൗനജാതിക്ക് ശേഷം ഡോക്ടർ വന്ദനാദാസിന്റെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരികൾ കത്തിച്ചു, പുഷ്പാർച്ചന നടത്തി, സ്മൃതി സംഗമം ആചരിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഹൈക്കോടതി ഉൾപ്പെടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി സന്ദീപ് ഇപ്പോഴും ജയിലിലാണ്. ഇതോടെ സന്ദീപിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനെത്തിയ അഡ്വക്കേറ്റ് BA ആളൂർ സന്ദീപിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് വിടുതൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ചെറിയൊരു ആയുധം കൊണ്ട് ഒരു കുത്ത് കിട്ടി, അതിന്റെ ശ്വാസകോശം മുറിഞ്ഞ് അതിൽ നിന്ന് വായു പുറത്തേക്ക് കടന്ന് ആ ചെസ്റ്റ് ക്യാവിറ്റിയിൽ മുഴുവനും വായു നിറഞ്ഞ് ബാക്കിയുള്ള അവയവങ്ങൾ കംപ്രസ് ചെയ്ത് അതാണ് മരണം മരിക്കാനുള്ള കാരണം. ഇതിൽ കോടതിയിൽ തെളിയിക്കാൻ 136 സാക്ഷികളാണ് ഇപ്പോൾ ഉള്ള കുറ്റപത്രത്തിലുള്ളത്. 136 സാക്ഷികളെ വിസ്തരിച്ച് ഇതിൽ സാക്ഷിമൊഴികളാണ് പ്രധാനം. ഏതെങ്കിലും സാക്ഷികൾ കൂറുമാറിയാൽ ഒരു പക്ഷേ ഈ കേസ് തോറ്റുപോകും. അതുകൊണ്ട് ഇവിടെ ഉള്ള ജീവനക്കാരാണ് കൂടുതലും പ്രധാനമായും സാക്ഷികളായിട്ടുള്ളത്. ആ ജീവനക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ആരും നിങ്ങൾ പോലീസ് ക്രൈംബ്രാഞ്ചിൽ കൊടുത്ത മൊഴി ഒരിക്കലും മാറ്റി പറയരുത്, അതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് മാത്രമാണ്
ഇനി അഭ്യർത്ഥിക്കാനുള്ളത്. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതോടെ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് വന്ദനയുടെ മാതാപിതാക്കൾ. വന്ദന കൊല്ലപ്പെട്ടിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ജീവന് സംരക്ഷണമൊരുക്കി നിയമം കർശനമാക്കിയിട്ടും ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരായ അതിക്രമങ്ങൾക്ക് ഇപ്പോഴും കാര്യമായ കുറവില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് 18 കൊട്ടാരക്കര. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇന്നും തുടരുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്നും സമരം ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് പ്രതിഷേധമുണ്ടായിരുന്നു. തൃശൂരും കോഴിക്കോടുമൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം കണ്ടു. തിരുവനന്തപുരം മുട്ടത്തറയിലാണ് വലിയ പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇവിടെ സമരം ശക്തമായിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. VV അരുൺ വിശദവിവരങ്ങൾ നൽകും. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. മന്ത്രിയുടെ അഭ്യർത്ഥന സമരത്തിൽ നിന്ന് പിന്മാറണം, ഹൈക്കോടതി ഉത്തരവ് കൂടി അനുസരിച്ച് സഹകരിക്കണം, സർക്കാരുമായി സഹകരിക്കണമെന്ന മന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ് ഇന്നും സമരം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മുട്ടത്തറയിലും അതുപോലെ തൃശ്ശൂരിലുമൊക്കെ ഒരാൾക്ക് പോലും ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. 21 പേരാണ് മുട്ടത്തറയിൽ നിന്ന് സമയം അനുവദിച്ചത്, സ്ലോട്ട് നൽകിയിരുന്നത്. പക്ഷേ 21 പേരും ഹാജരായില്ല. ആർക്കും ഇവിടെ ടെസ്റ്റ് നടന്നതുമില്ല. ഇവിടെ വലിയ സമരമാണ്, കുറച്ചുകൂടി ശക്തമായ സമരമാണ് മുട്ടത്തറയിൽ നടക്കുന്നത്. അതായത് റോഡിൽ കിടന്ന് മുട്ടത്തറയിൽ ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന് മുന്നിൽ റോഡിൽ കിടന്നായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം. വിശ്വാസവും എനിക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് 8ാമത്തെ ദിവസമാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം തുടരാൻ തന്നെ തീരുമാനം. കോടതി ഉത്തരവ് ഞങ്ങൾ മാനിക്കുകയാണല്ലോ. കോടതി ഉത്തരവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ മുന്നോട്ട് പോകാനാണ്. ഞങ്ങൾ കോടതി 21-ാം തീയതി കേസ് വിളിച്ചിരിക്കുക. വീണ്ടും കോടതിയിൽ 21-ാം തീയതി കേസ് നടക്കുകയാണ്. കോടതിയിൽ ഞങ്ങൾ ഇടക്കാല ഒരു ഉത്തരവ്, അതായത് ഞങ്ങളുടെ ഈ സ്റ്റേക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തപ്പോൾ ഇടക്കാല ഉത്തരവ് അവർക്ക് ബെഞ്ചിന് തരാൻ പറ്റത്തില്ല, വാദം കേട്ട ജഡ്ജി വന്നതിന് ശേഷം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കേസ് പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് 21-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് മൊത്തം കേരളത്തിൽ 86 സ്ഥലത്താണുള്ളത്. അതിൽ 6 സ്ഥലം മാത്രമേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലുള്ളൂ. KSRTC സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ അവരവിടെ നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു സിലബസ് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ചാണ് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അതിന് വിരോധമായിട്ട് വന്നിട്ടുള്ള ഇതായതുകൊണ്ടാണ്, സർക്കുലർ ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് കയറാതിരിക്കുന്നത്. പുതിയ സ്ഥലം വരണമെന്നാണ് നമ്മൾ പറയണത്. പുതിയ സ്ഥലം വരട്ടെ. അപ്പൊ ഇപ്പോഴും ഈ വരുന്ന രീതിയിൽ തന്നെ വരട്ടെ. ഇപ്പൊ KSRTC അല്ല, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് ഇത് തുടങ്ങണമെന്ന് വെച്ചാൽ തുടങ്ങാം. ആർക്ക് തുടങ്ങാമല്ലോ, അദാനിക്ക് അംബാനിക്ക് ആർക്ക് വേണോ തുടങ്ങാം. നമുക്കൊരു പ്രശ്നമില്ല. നമുക്കല്ലല്ല, ഇവർ പറയുന്ന രീതിയിൽ പഠിപ്പിക്കണത് പറയും. സിലബസ് ഉണ്ടല്ലോ, നമ്മളൊരു സിലബസ് വെച്ചിട്ട് പഠിപ്പിക്കുന്നത്, അത് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. തൃശൂർ അത്താണിയിലും ശക്തമായ വ്യത്യസ്തമായ പ്രതിഷേധ രീതിയാണ് ഉണ്ടായത്, സമര രീതിയാണ് ഉണ്ടായത്. ശവക്കുഴി ഒരുക്കി അതിൽ കിടന്നായിരുന്നു തൃശൂരിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധ സമരം. വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. എനിക്കല്ലേ എടുത്തില്ലേ? പ്രശ്നപരിഹാരത്തിന് കൂടുതൽ വഴികൾ സർക്കാർ തേടുകയാണ്. പുതിയ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ, ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ ഗ്രൗണ്ടുകൾ KSRTCയുടെ മറ്റു സ്ഥലത്തെ പുതിയ ഗ്രൗണ്ടുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ കൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെയും ഈ സമരക്കാർ ചോദ്യം ചെയ്ത് നടത്തിക്കൊണ്ട്, പക്ഷേ എല്ലായിടത്തും ഒരുപോലുള്ള സിലബസ് ആയിരിക്കണം, ഏകീകൃതമായ നിയമങ്ങളായിരിക്കണം എല്ലായിടത്തും വേണ്ടത്. സമരം ന്യായമെന്നാണ് AK ബാലൻ പറഞ്ഞത്. മന്ത്രി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. അത് നവീകരണം വേണം എന്ന് ഗവൺമെൻറ്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാക്കണം, ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം. അതിൽ മാതൃകാപരമായൊരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും പെശകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും. ചർച്ച നടത്തണം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ആർബിട്രറിയായി അടിച്ചേൽപ്പിക്കാൻ പാടില്ല. സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലായി നടന്ന വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. കൊച്ചിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരാണ് കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ടത്. പാലാരിവട്ടം ചക്കരപ്പറമ്പിലായിരുന്നു വാഹനാപകടം. ബൈക്ക് KSRTC ബസ്സുകൾക്കിടയിൽപ്പെട്ടായിരുന്നു ഈ അപകടം. ഇന്ന് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 2 ബൈക്ക് യാത്രക്കാരാണ് മരണമടഞ്ഞത്. ഇതാ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ബസ്സുകൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്. മണിക്കൂറുകൾ ഗതാഗത സ്തംഭനമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന
ഗരുഡ സ്കാനിയ ബസ് ഇവിടെ നിർത്തിയിട്ടിരുന്ന സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന KSRTC തന്നെ ഓർഡിനറി ബസ്സുമായിട്ട് ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചത്. തൽക്ഷണം അവർ ഇവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഇതിൽ ഇവിടെ KSRTC ബസ് നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിനെ മറികടന്നുകൊണ്ട് പോകുവാൻ സ്കാനിയ ബസ് ശ്രമിക്കുന്നു. പക്ഷേ അവരൊരു വേഗ നിയന്ത്രണം തെറ്റി ബ്രേക്ക് അമർത്തിയെങ്കിലും അവർക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നാണോ സമയത്ത്? എന്താ സംഭവിച്ചത് കണ്ടിരുന്നോ? ചവിട്ടിയിട്ട് കിട്ടാനാണ് ബസ്. 2ന്റെ നടുക്ക് ആളുണ്ടായിരുന്നു ബസ്സിൻ്റെ. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിലൊരു KSRTC ഉണ്ടായി. ആ ബസ് ഒതുക്കുന്ന സമയത്ത് ഈ ബൈക്കുകാർ 2 പേരും ഇടയിൽപ്പെട്ടതാണ്. അപ്പോൾ തന്നെ മരണപ്പെട്ടായിരുന്നു ഇടിച്ചപ്പോൾ തന്നെ. ബസ്സിലുള്ളവർ ദേഹാസ്വസ്ഥ മൂലം അവർ ആശുപത്രിയിലാണ്. അതിനെക്കുറിച്ച് അറിയില്ല. ബസ്സിലുള്ളവർ അപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയായിരുന്നു. ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും വന്നു. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയുടെ ഒരു വിവരണമാണ് നമ്മൾ കേട്ടത്. ഇതിൽ വലിയ നടുക്കമാണ് ഈ അപകടം എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ദേശീയപാതയിൽ ഇന്ന് രാവിലെ തൃശ്ശൂരും ഒരു അപകടമുണ്ടായിരുന്നതിന് ശേഷം തുടർച്ചയായി ഇടപ്പള്ളിയിലും രാവിലെ മഴയുണ്ടായിരുന്നു. ഈ മഴ കാരണമായിരിക്കാം ബസ് ബ്രേക്ക് അമർത്തിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. പക്ഷേ ബ്രേക്ക് അമർത്തിയിട്ട് അത് നിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓർഡിനറി ബസ്സിൽ അത് ഇടിക്കുകയും അതിനിടയിൽപ്പെട്ടായിരുന്ന ഈ യുവാക്കൾക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത്. 2 പേരും തൽക്ഷണം മരിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. 2 പേരുടെ മൃതദേഹങ്ങൾ സമീപത്തുള്ള ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഈ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസ്, നാട്ടുകാർ എല്ലാവരും തന്നെ എത്തി ഇതിൽ നിന്ന് ആളുകളെ അടക്കം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയതിനു ശേഷം ബസ് നീക്കം ചെയ്യുവാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അപകടം രാവിലെ ഉണ്ടായിരുന്ന ഈ അപകടം വല്ലാത്ത രീതിയിൽ തന്നെ ആളുകളിൽ ആഘാതം സൃഷ്ടിച്ചു. ബസ് യാത്രക്കാർക്ക് തന്നെ വലിയ രീതിയിലുള്ള മാനസികാഘാതം സൃഷ്ടിച്ചിരുന്നു. അവരെ ഏതാണ്ട് 7 പേരോളം പേരെ ഇവിടെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒരുക്കി ബസ്സുകൾ മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്നൊരു അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 6:30 ഇവിടെ എടപ്പള്ളി ഭാഗത്ത് വെച്ച് അപകടം സംഭവിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും റോഡ് അപകടത്തിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. തൃശൂർ കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. 15ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർമാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ടിപ്പർ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ശക്തമായ മഴയെ തുടർന്ന് KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പാലക്കാട് കൊട്ടേക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തി. വാളയാർ അട്ടപ്പള്ളം മേഖലയിൽ PT5, PT14 എന്നീ കാട്ടാനകളെ തുരത്തിയെന്ന് വനം വകുപ്പ് അറിയിച്ചു. പാലക്കാട് DFOയുടെ നേതൃത്വത്തിലാണ് ഈ നടപടി ഉണ്ടായത്. PT14 എന്ന കാട്ടാനയുടെ ആക്രമണത്തിലാണ് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AB മുകേഷ് മരിച്ചത്. മലമ്പുഴ കഞ്ചിക്കോട് പാതയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഈ പാതയിൽ രാത്രി യാത്രയുടെ നിയന്ത്രണം കൊണ്ടുവരാൻ വനംവകുപ്പിൽ ഇപ്പോൾ ആലോചന നടക്കുകയാണ്. ഈ പ്രദേശത്ത് നിരീക്ഷണത്തിനായി കൂടുതൽ വാച്ചർമാരെയും നിയമിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലമ്പുഴ കഞ്ചിക്കോട് പാതയാണിത്. ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ വാഹനം നിരോധനമല്ല. ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾ പരമാവധി സ്പീഡ് കുറച്ചുകൊണ്ട് ഇപ്പോൾ ആളുകളെ, അതുപോലെ തന്നെ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ പരമാവധി രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണം എന്നൊക്കെയാണ് വനംവകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ പരമാവധി ഇവിടെ വാച്ചർമാരെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം റെയിൽവേ പാളമാണുള്ളത്. ഇതിലെയാണ് ആനകൾ പ്രധാനമായി കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം തന്നെ വനംവകുപ്പിൻ്റെ വാളയാർ റേഞ്ച് ഓഫീസാണിത്. ഇതിന് സമീപം രാത്രിയും പകലും ഇന്ന് വ്യത്യാസമില്ലാതെ ആനകൾ കടന്നു പോകുന്ന വഴികളാണിത്. കഴിഞ്ഞ ദിവസം ഇതിന് സമീപം കൊട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിന് സമീപമാണ് ആന റെയിൽവേ ട്രാക്കിൽ
ഇറങ്ങിയതിനെ തുടർന്ന് ട്രെയിൻ ഇടിച്ച് ചെരിഞ്ഞ 2 ആനകൾ കഴിഞ്ഞ 2 മാസത്തിനിടെ ചെരിഞ്ഞ സംഭവമുണ്ടായി. ഒപ്പം തന്നെ ഇതിന് സമീപം തന്നെ ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെയാണ് മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാനായിരുന്ന മുകേഷിനെ ആന ആക്രമിച്ച സ്ഥലം. അങ്ങനെ ഈ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ വിഹരിക്കുന്നൊരു പ്രദേശമാണിത്. രാത്രിയിൽ പരമാവധി ഇതിലെ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതുപോലെ ട്രെയിനിൻ്റെ സ്പീഡ്, അതായത് ഇതുവഴി കടന്നു പോകുന്ന കാരണം ഈ പ്രൊജക്റ്റ് എലിഫന്റ് ഏരിയ വരുന്ന അതിൻ്റെ ഭാഗമായുള്ളൊരു സ്ഥലം കൂടിയാണിത്. നിരവധി ആനത്താരകളുള്ള സ്ഥലമാണ്. ആനകൾ സ്ഥിരമായി കടന്നു പോകുന്ന വഴികളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ബോർഡുകൾ സ്ഥാപിക്കും. പരമാവധി വാഹനങ്ങൾ സ്പീഡ് കുറച്ച് പോകാനുള്ള ബോർഡുകൾ സ്ഥാപിക്കാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ വാച്ചർമാരെ എല്ലാ സ്ഥലങ്ങളിലും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റോഡിൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ വാച്ചർമാരെ നിയോഗിക്കുകയും ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് കൃത്യമായി വാഹന ഉടമകൾക്ക് ബോധവൽക്കരണം നടത്തുന്ന ഉൾപ്പെടെയുള്ള പരിപാടിയിലേക്ക് പോകാനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഈ റെയിൽവേയുമായി കൂടിയാലോചിച്ച ശേഷം ഇവിടെ ഈ റെയിൽവേ ട്രാക്കിന് സമീപം ഈ ട്രെയിനുകൾ കടന്നു പോകുന്നതിൻ്റെ സ്പീഡ് പരമാവധി രാത്രി സമയങ്ങളിൽ കുറയ്ക്കുക. ഒപ്പം തന്നെ ഈ ആനകൾക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ആവശ്യമായ ഫെൻസിംഗ് സംവിധാനം, അതായത് സോളാർ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ആദ്യഘട്ട ചർച്ച പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആനകൾ ഈ റെയിൽവേ ട്രാക്കിൽ ഇറങ്ങാൻ കഴിയില്ല. ഒപ്പം തന്നെ റോഡിൽ ഒരുപക്ഷെ ഈ വനമേഖലയിൽ സൗരോർജ്ജ വേലിയൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ മെല്ലെ പോവുക. ഇപ്പോൾ വയനാട് കർണാടക അതിർത്തി പോലെ രാത്രികാല വാഹന ഗതാഗത നിരോധനമൊന്നും ഏർപ്പെടുത്തില്ല. പക്ഷേ വാഹനങ്ങൾ നിയന്ത്രിക്കും. രാത്രികളിൽ പരമാവധി ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ പരമാവധി ഈ മേഖലയിലൂടെ സ്പീഡ് കുറച്ച് പോകുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും എന്ന് തന്നെയാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. എറണാകുളം അമ്പലമുകളിലെ BPCL പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം ട്രക്ക് ഡ്രൈവർമാർ സമരം നടത്തിയിരുന്നു. ഈ സമരം ഇന്ന് പിൻവലിച്ചു. മാനേജ്മെന്റും കരാറുകാരും തൊഴിലാളി നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് ധാരണയായത്. ഡ്രൈവറെ CITU യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ട്രക്ക് ഡ്രൈവർമാർ സമരം തുടങ്ങിയത്. തൊഴിലാളികൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായിട്ടുണ്ട്. സമരം പിൻവലിച്ചതോടെ 7 ജില്ലകളിലെ പാചകവാതക വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമാകും. BPCL ട്രക്ക് ഡ്രൈവർമാരുടെ സമരം പിൻവലിച്ചിരിക്കുന്നു. ഇവിടെ രാവിലെ മുതൽ ആരംഭിച്ച സമരമാണ് ഇപ്പോൾ 2ാം ദിവസത്തിലേക്ക് കടന്നിരുന്നു. വലിയ രീതിയിൽ പാചകവാതക വിതരണ രംഗത്തെ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. 7 ജില്ലകളിലായിട്ട് പാചകവാതക വിതരണം പൂർണ്ണമായി നിലക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഏതായാലും സമരത്തിന് പരിഹാരമായിരിക്കുന്നു. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അവർക്കൊപ്പം തന്നെ മാനേജ്മെന്റും കരാറുകാരും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ അവരുടെ സംഘടനയിൽപ്പെട്ട ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചത്. കൊടകരയിൽ വെച്ച് ഒരു ഗോഡൌണിലേക്ക് പാചകവാതക സിലിണ്ടറുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കം, അതിൽ CITU യൂണിയനിൽപ്പെട്ട ഒരാൾ, കയറ്റിറക്ക തൊഴിലാളിയായ ഒരാൾ തന്നെ ഈ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നിട്ടും പരാതി നൽകിയിട്ടും നടപടികളില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നതിനെ ചൊല്ലിയായിരുന്നു ഈ സമരം തുടങ്ങിയത്. ഏതാണ്ട് 200ഓളം ഡ്രൈവർമാർ ഈ പണിമുടക്കിൽ പങ്കെടുത്തിരുന്നു. 140ഓളം ലോഡുകൾ ഇന്നലെ തന്നെ തടസ്സപ്പെട്ടിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതിനുശേഷം ഇന്ന് 2ാം ദിവസത്തിലേക്ക് സമരം നീളുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചർച്ചയിലേക്ക് നീങ്ങാനായിട്ട് തയ്യാറായത്. പ്രധാനപ്പെട്ട ആവശ്യം ഈ തൊഴിലാളിക്കെതിരെ നടപടിയെടുക്കുക, മർദ്ദനം അഴിച്ചുവിട്ട തൊഴിലാളിക്കെതിരെ നടപടിയെടുക്കുക എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടികളില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് വന്നത്. നമുക്കൊപ്പം തൊഴിലാളി നേതാക്കൾ കൂടി ചേരുന്നു. എന്താണ് ഇന്ന് നടന്ന ചർച്ചയിൽ പറഞ്ഞത്? ഇന്ന് നടന്ന ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മള് ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയ തൊഴിലാളികളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ ആ സ്ഥാപനത്തിൽ ഇനി ആ തൊഴിലാളികൾ ഒരു കാരണവശാലും ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റില്ലെന്നുള്ള ഉറപ്പിലാണ് പിൻവലിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡ്രൈവർമാർക്കെതിരെ ഒരു വിഷയമില്ലാത്ത രീതിയിൽ ആ ഏജൻസി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊള്ളാം എന്നുള്ള രീതിയിൽ ഇന്ന് സർക്കുലർ അയച്ചുകൊള്ളാം എന്നുള്ള ഒരു ഉറപ്പുമാണ് നമ്മളിപ്പോ ഇന്ന് ഈ സമരം പിൻവലിച്ചിരിക്കുന്നത്. അതെ, തൊഴിൽ സംരക്ഷണം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഉറപ്പിലാണ് നമ്മളിപ്പോ വീണ്ടും നമ്മൾ പുനരാരംഭിച്ചത്.
സർവീസ്. എത്ര ലോഡുകൾ ഇതുവരെ മുടങ്ങിയിട്ടുണ്ടാവും? ഇപ്പൊ നമ്മൾ ശരിക്കും ഇന്നലെ ഒരു ദിവസം 140 വണ്ടിയുടെ അടുത്ത് ലോഡാവുമായിരുന്നു ഇവിടെ. ഇന്നിപ്പോ രാവിലെ ഇത്ര നേരം ഒരു മണിക്കൂറിൽ 8 വണ്ടി വെച്ചാണ് ലോഡാവുന്നത്. ഇന്ന് രാവിലെ മുതൽ സർവീസ് തുടങ്ങി? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. രാവിലെ തുടങ്ങിയില്ല. രാവിലെ 6 മണിക്കാണ് ശരിക്കും തുടങ്ങേണ്ടത്. ഇപ്പൊ 9:30 ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഏതായാലും സമരം പിൻവലിച്ചിരിക്കുന്നു. സമരം പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ ലോഡുകൾ സാധാരണ രീതിയിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ പ്രധാനമായിട്ട് 3 ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഈ അതിക്രമം ചെയ്ത തൊഴിലാളികളെ ആ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങോട്ട് ലോഡുമായിട്ട് പോകുമ്പോൾ ഇനി അവരുമായിട്ട് ഫേസ് ചെയ്ത് സഹകരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. ആ ആവശ്യങ്ങൾ അംഗീകരിച്ച് പിന്നെ അവർ ഉൾപ്പെട്ട തൊഴിൽ സംഘടനയിൽ നിന്നും അവരെ പിരിച്ചുവിട്ടു. പിന്നെ ഈ നിയമ നടപടികളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. അപ്പോൾ അതിൽ എത്രയും പെട്ടെന്ന് ഈ പ്രതികളായവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാനും അവരെ അറസ്റ്റ് ചെയ്യുന്നതിലടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനും അതിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാം. പിന്നെ മേലിൽ ഇതുപോലെ ഒരു ഏജൻസിയിലും ലോഡുമായി ചെല്ലുന്ന ഡ്രൈവർമാർക്ക് ഇതുപോലെയുള്ള തിക്ത അനുഭവം ഉണ്ടാകാതിരിക്കാൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനി ഓരോ സർക്കുലറായിട്ട് ഓരോ ഏജൻസിക്കും അയക്കാമെന്ന ഒരു ഉറപ്പും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും സമരം പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള ഈ ലോഡുകളെല്ലാം തന്നെ വൈകാതെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. തൊഴിലാളികൾക്ക് ഇതുമായി വിതരണത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് യാതൊരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് ഇപ്പോൾ ധാരണയായിരിക്കുന്നു. അത്തരത്തിലുള്ള ഭീഷണികളോ സാഹചര്യങ്ങളോ ഇനി ഉണ്ടാകില്ല എന്നൊരു ഉറപ്പിലാണ് തൊഴിലാളികൾ സമരം പിൻവലിച്ചിരിക്കുന്നത്. BPCL തുടർന്നു വന്നിരുന്ന സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. കൊച്ചി അമ്പലമുകളിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ അജ്ഞാതർ വീടിന് തീയിട്ടു. പേഴുംപാറയിൽ 17 ഏക്കർ കോളനിയിലെ രാജ്കുമാറിന്റെ വീടിനാണ് തീവച്ചത്. വീട്ടുമുറ്റത്തെ ബൈക്കിനും തീയിട്ടു. രാത്രിയാണ് വീടിന് തീയിട്ടത്. വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ അപകടം ഒഴിവായി. കോഴിക്കോട് കല്ലുത്താൻ കോളനിയിലെ ഫ്ളാറ്റുകളുടെ ബലക്ഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. കോഴിക്കോട് നഗരസഭയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 140 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് കല്ലുത്താൻ കടവിൽ ഫ്ളാറ്റ് നിർമ്മിച്ചത്. കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥിന്റെ ഈ ഉത്തരവ്. ഫ്ളാറ്റിന് ബലക്ഷയം സംഭവിച്ചതായി 2023 ഒക്ടോബർ 6 നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കിയെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞേക്കും. പുതിയ പരിശീലകനെ കണ്ടെത്താൻ ഉടൻ പരസ്യം പുറത്തിറക്കുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ പറഞ്ഞു. 2021 നവംബറിലാണ് ദ്രാവിഡ് ടീമിനൊപ്പം ചേർന്നത്. ഏകദിന ലോകകപ്പിന് ശേഷം കരാർ പുതുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ജൂൺ വരെയാണ് രാഹുൽ ദ്രാവിഡിന്റെ നിലവിലുള്ള കരാർ. ഇനി അന്തർദേശീയ വാർത്തകളുമായി കൃഷ്ണേന്ദു ചേരുന്നു. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിദേശീയരെ പേടിയെന്നും സാമ്പത്തികമായി വളരാതിരിക്കാൻ കാരണം ഈ ഭയമാണെന്നും ബൈഡൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇന്ത്യ, ജപ്പാൻ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നത് വിദേശീയരോട് ഭയം അഥവാ xenophobia ഉള്ളതുകൊണ്ടാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. US-നെ ശക്തമാക്കുന്നത് കുടിയേറ്റമാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലുതും പ്രായം കുറഞ്ഞതുമായ തൊഴിൽ ശക്തികളിൽ ഒന്നായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 12ാമത്തെ കുടിയേറ്റ ജനസംഖ്യയുള്ള രാജ്യവുമാണ്. ജപ്പാനെയും ഇന്ത്യയും പോലുള്ള പങ്കാളികളെ ബൈഡൻ അപമാനിച്ചത് വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിനായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി വാഷിംഗ്ടണിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. ലോകത്തിലെ സമുദ്രങ്ങൾ കാലാവസ്ഥാ വ്യതിയാന റെക്കോർഡ് തകർത്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ലോകത്തിലെ സമുദ്രങ്ങളുടെ താപനില അതിരൂക്ഷമായി ഉയരുകയാണ്. ഒരു ദിവസം കൊണ്ട് സമുദ്രജലത്തിനുണ്ടാകുന്ന താപനില വ്യത്യാസത്തിലെ റെക്കോർഡുകളാണ് നിലവിലെ അവസ്ഥയിൽ തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ 50 ദിവസത്തിനിടയിൽ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ അളവിലാണ് സമുദ്രജലത്തിന്റെ താപനിലയെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ചൂട് കൂടിയ ഏപ്രിൽ മാസമാണ് കടന്നു പോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ കേന്ദ്രമായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് സർവീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 12 മാസം ആഗോളതലത്തിൽ ശരാശരി താപനില കൂടിയത് 1.61 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിഷവാതക പുറന്തള്ളലും എൽനിനോ പ്രതിഭാസവുമാണ് ചൂട് കൂടാൻ കാരണമായതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. സമുദ്ര താപനില കൂടുന്നത് ഐസ് ഷെൽഫുകളെ അസ്ഥിരതപ്പെടുത്താനും
കൂടുതൽ ശക്തമായ ചുഴലിക്കാറ്റുകൾക്കും ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കുമുള്ള സാധ്യതകൾ കൂട്ടാമെന്നുമാണ് വിദഗ്ധരുടെ നിരീക്ഷണം. വാഷിംഗ്ടണിലും റോച്ചസ്റ്ററിലും പലസ്തീൻ അനുകൂല പ്രകടനക്കാർ മാർച്ച് നടത്തി. ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പലസ്തീൻ അനുകൂല ക്യാമ്പ് നീക്കം ചെയ്യാൻ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും നിരവധി പ്രകടനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പ്രകടനക്കാർ വീണ്ടും വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും മാർച്ച് നടത്തുകയാണ്. ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിൽ പ്രതിഷേധക്കാർ സമാധാനപരമായി ഒത്തുകൂടുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്ക് കപ്പലിലെ 5 ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ധമുള്ള ചരക്ക് കപ്പലിൽ നിന്ന് 5 ഇന്ത്യൻ നാവികരെ ഇറാൻ മോചിപ്പിച്ചിരിക്കുകയാണ്. നാവികരെ വ്യാഴാഴ്ച വിട്ടയച്ചതായി ഇറാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പലസ്തീനുകൾ റഫയിൽ നിന്നും പലായനം ചെയ്യുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഗാസ ആക്രമണം വ്യാപകമാക്കുമെന്ന് നെതന്യാഹുവിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് പലസ്തീനുകൾ റഫയിൽ നിന്ന് ഗസയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. ആയുധങ്ങൾ തടഞ്ഞുവെക്കുമെന്ന US ഭീഷണി ഗാസയിൽ ആക്രമണം വിപുലീകരിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയില്ലെന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഈജിപ്തുമായുള്ള റഫയുടെ അതിർത്തി കടന്നുള്ള ഗസയുടെ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇത് മാനുഷിക പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗാസയിലെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം 34,500-ലധികമായി ഉയർന്നു. കൂടാതെ നിരവധി നഗരങ്ങളിലുടനീളമുള്ള അപ്പാർട്ട്മെന്റുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ എന്നിവയ്ക്ക് വലിയ നാശം സംഭവിച്ചിട്ടുമുണ്ട്. വടക്കൻ ഗാസ സമ്പൂർണ്ണ പട്ടിണിയിലാണെന്ന് UN അറിയിച്ചു. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590, പവന് 52,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5510, പവന് 44,080. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. പിടികൂടുമ്പോൾ